നമുക്കിന്ന് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? തേങ്ങ വറുത്തരച്ചിട്ട്. അതിന് വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും പുരട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കുറച്ച് മല്ലിയില, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് നന്നായി വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി പച്ചമുളകും തക്കാളിയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് ഇളക്കി കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഇളക്കി നന്നായി യോജിപ്പിച്ച് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് അതും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെക്കുക. അടച്ച് അത് നന്നായി വേവാൻ വെക്കണം. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട അരവ് തയ്യാറാക്കാം. അതിനു വേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ നന്നായി വറുത്ത് അതിലേക്ക് കറിവേപ്പില, അതിനുശേഷം കുറച്ച് കുരുമുളക് ഇടാം, പിന്നെ ചുവന്ന മുളക് ചേർക്കാം, പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വറക്കുക. വറുത്ത് കോരി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ആദ്യം കുറച്ച് പൊടിച്ച് എടുക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലോണം അരയണം. അതിന് ശേഷം അടുപ്പത്തെ ചിക്കനിലേക്ക് അരവ് ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് നമുക്ക് വറവ് തയ്യാറാക്കാം. തേങ്ങാക്കൊത്തും കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്ത് നല്ലോണം വറക്കണം. കുറച്ച് വറ്റൽമുളക് ഇടാം, കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായി വറുത്ത് കോരി കറിയിലേക്ക് ഒഴിക്കുക. വെന്ത് കുറുകി വന്നിട്ടുണ്ട് കറി. അതും കൂടി ആയ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി.